നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ദുബായിൽ ഇനി മുതൽ പ്രത്യേക ദിവസങ്ങളിൽ ടാക്സി നിരക്കുകളിൽ മാറ്റം. പ്രധാന പരിപാടികൾ നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലാണ് മാറ്റം ബാധകമാവുക. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത്. എക്സിബിഷനുകൾ, രാജ്യാന്തര കൺവെൻഷനുകൾ തുടങ്ങിയ പ്രധാന പരിപാടികളുടെ ലൊക്കേഷനുകളിൽ മിനിമം നിരക്ക് 20 ദിർഹമായി ഉയർത്തും. എമിറേറ്റിലെ സാധാരണ മീറ്റർ ടാക്സികൾക്കും ഹല ടാക്സി സർവീസുകൾക്കും ഇത്തരത്തിൽ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ പുതിയ നിരക്കുകൾ ഏർപ്പെടുത്തുന്നതായി RTA വ്യക്തമാക്കി. ടാക്സി സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. പ്രധാന പരിപാടികൾ നടക്കുന്ന സമയത്താണ് ഈ മാറ്റമുണ്ടാവുക. അതോടൊപ്പം ഈ പുതുവർഷ തലേന്ന് ഹല ടാക്സികളിൽ ഇത്തരത്തിൽ ഉയർന്ന നിരക്കായിരിക്കും ഏർപ്പെടുത്തുക എന്നും അധികൃതർ വ്യക്തമാക്കി. ബുർജ് ഖലീഫ ഉൾപ്പെടെ വെടിക്കെട്ട് പ്രദർശനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും പുതിയ നിരക്ക് ബാധകമാവുക. ഡിസംബർ 31 വൈകിട്ട് 6 മണി മുതൽ തിങ്കളാഴ്ച രാവിലെ 6 മണി വരെ പുതിയ നിരക്ക് തുടരും. നിലവിൽ ദുബായ് ടാക്സികളിലെ കുറഞ്ഞ നിരക്ക് 12 ദിർഹമാണ്. തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും 1.97 ദിർഹം അധികമായി നൽകണം. 24 ദുബായ്. കുവൈറ്റിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. രാജ്യത്തെ പരമ്പരാഗത ആചാരങ്ങളും ദേശീയ ദുഃഖാചരണ വേളയിൽ പാലിക്കേണ്ട മര്യാദകളും ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായുള്ള ഒത്തുചേരലുകൾക്ക് ആഹ്വാനം ചെയ്യുന്നവരെ സൈബർ കുറ്റാന്വേഷണ വിഭാഗം സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സൗദിയിൽ ഇതുവരെ 4 കോടിയിലേറെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചെന്ന് സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവ്. പദ്ധതിയുടെ ഭാഗമായി 1000 കോടി മരങ്ങൾ നട്ടുപിടിപ്പിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഹരിതവൽക്കരണ പദ്ധതികളിൽ ഒന്നാകും ഇത്. സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി രാജ്യത്ത് 1000 കോടി മരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് പദ്ധതി. 4 കോടി ഹെക്ടർ ഭൂമിയിലാണ് പദ്ധതി നടപ്പിലാക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50-ലധികം വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഈ പദ്ധതി പുരോഗമിക്കുകയാണ്. 4 കോടി 39 ലക്ഷം മരങ്ങൾ ഇതിനകം നട്ടുപിടിപ്പിച്ചു. 94,000 ഹെക്ടർ ഭൂമിയിലാണ് ഇതുവരെ പദ്ധതി നടപ്പിലാക്കിയത്. 2021 സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവ് പദ്ധതി ആരംഭിച്ചത്. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെയാണ് ഗ്രീൻ ഇനിഷ്യേറ്റീവ് നടപ്പിലാക്കി വരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹരിതവൽക്കരണ പദ്ധതിയാണ് സൗദിയിൽ നടപ്പിലാക്കി വരുന്നത്. 1150 ഫീൽഡ് സർവേകൾ പദ്ധതിയുടെ ഭാഗമായി നടത്തി. ഇതുവഴി 12 ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ ലഭിക്കും. 24 ജിദ്ദ. ഏഷ്യൻ കപ്പിനായി ഖത്തറിലേക്ക് എത്തുന്ന സന്ദർശകരെ സ്വീകരിക്കാൻ ദോഹ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 2022 ലോകകപ്പിലെ അനുഭവ സമ്പത്തുമായാണ് ഇത്തവണ ഖത്തർ സന്ദർശകരെ വരവേൽക്കുന്നത്. ജനുവരി 12 തിരിതെളിയുന്ന ഏഷ്യൻ കപ്പിന് ലോകകപ്പിന് സമാനമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് ഹമദ് വിമാനത്താവളം സന്ദർശകരെ കാത്തിരിക്കുന്നത്. 20 ലക്ഷത്തോളം സന്ദർശകരെ കൈകാര്യം ചെയ്ത ലോകകപ്പിലെ അനുഭവങ്ങൾ ഏഷ്യൻ കപ്പിനായുള്ള ഒരുക്കങ്ങൾ ഏറെ എളുപ്പമാക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന കാണികൾക്ക് സ്റ്റേഡിയങ്ങളിലേക്കും മെട്രോ സ്റ്റേഷൻ, മുഷൈരിബ് ഡൗൺ ടൗണിലെ മെയിൻ മീഡിയ സെന്റർ, ദോഹ എക്സ്പോ വേദി തുടങ്ങി നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിലേക്കും വിമാനത്താവളത്തിൽ നിന്ന് തന്നെ മികച്ച യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനും എളുപ്പത്തിൽ സ്റ്റേഡിയങ്ങളിലേക്ക് എത്താനും പ്രത്യേകം സൗകര്യങ്ങളുണ്ടാകും. 8 മണിക്കൂറിലധികം ദോഹയിൽ ചെലവഴിക്കുന്ന ട്രാൻസിറ്റ് യാത്രക്കാർക്ക് ഖത്തർ എയർവേസിന്റെ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്പനിയായ ഡിസ്കവർ ഖത്തർ വഴി സിറ്റി ടൂറിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഏഷ്യൻ കപ്പ് വേളയിൽ നഗരത്തിന്റെ കളി ആവേശവും ഖത്തറിലെ ജീവിതവും അനുഭവിച്ചറിയാൻ ട്രാൻസിറ്റ് യാത്രക്കാർക്ക് ഇതിലൂടെ കഴിയും. ഇതിനിടെ കാൽപന്ത് കളിയിലെ ഏഷ്യൻ കരുത്തരെ കണ്ടെത്താനുള്ള പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീം നാളെ ദോഹയിലെത്താനിരിക്കെ ഗാലറിയിലെ പിന്തുണ ഏറെ സഹായിക്കുമെന്ന് കോച്ച് ഇഗോർ സ്റ്റിമാക്ക് പറഞ്ഞു. ഖത്തറിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ ഇന്ത്യക്കാരുടെ ഗാലറിയിലെ പങ്കാളിത്തം ഇത്തവണയും ഒട്ടും കുറയില്ലെന്ന് ഉറപ്പ്. അൻവർ പാലേരി, 24 ദോഹ. സൗദിയിലെ അസീർ ക്രിക്കറ്റ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഖമീസ് മുഷീത്തിൽ പ്രീമിയർ ലീഗ് സംഘടിപ്പിക്കുന്നു. അസീറിലെ 8 ക്രിക്കറ്റ് ടീമുകൾ സംയുക്തമായാണ് KPL സംഘടിപ്പിക്കുന്നത്. കേരള, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ 100-ലധികം കളിക്കാരെ ഉൾപ്പെടുത്തി കഴിഞ്ഞ ദിവസം താരലേലം നടന്നു. ഉയർന്ന പോയിന്റുകൾക്ക് കർണാടക സ്വദേശി അരീഷിന് യൂറോ സ്ട്രൈക്കേഴ്സ് സ്വന്തമാക്കി. ഫെബ്രുവരി 29 ഖമീസ് മുഷീത്തിലെ ഫ്രെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ദുബായ് KMCC വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്ത്രീകൾക്കിടയിൽ രക്തദാനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. ദെയ്റ ബനിയ സ്ക്വയറിൽ സംഘടിപ്പിച്ച ക്യാമ്പ് വനിതാ ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുംതാസ് സമീറ ഉദ്ഘാടനം ചെയ്തു. UAEയുടെ വിവിധയിടങ്ങളിൽ നിന്ന് 100 കണക്കിന് ആളുകൾ പരിപാടിയുടെ ഭാഗമായി. ദുബായ് KMCC വനിതാ വിങ് ആക്ടിംഗ് പ്രസിഡന്റ് ആയിഷ മുഹമ്മദ് അധ്യക്ഷയായി.
മറ്റു വാർത്തകളിലേക്ക്. രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുത്ത് VN വാസവന് നൽകി. കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ, പുരാവസ്തു വകുപ്പുകളും ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പുമാണ്. രാജ്ഭവന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു സത്യപ്രതിജ്ഞ. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും കുടുംബസമേതമാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. ആദ്യം രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പിന്നീട് KB ഗണേഷ് കുമാറും സത്യവാചകം ചൊല്ലി. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുറത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. KB ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോടും നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പ് ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുത്തു. കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ, പുരാവസ്തു, മ്യൂസിയം വകുപ്പുകളാണ് നൽകിയത്. വിഴിഞ്ഞം പദ്ധതി വാണിജ്യാടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്യാനിരിക്കെയാണ് വകുപ്പ് മാറ്റം. VN വാസവന് സഹകരണത്തിന് പുറമെ തുറമുഖ വകുപ്പ് നൽകി. KB ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് നൽകി. വകുപ്പ് ഏതായാലും നീതി പുലർത്തുമെന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഏത് വകുപ്പായിരുന്നാലും ശരി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്ന ഏത് വകുപ്പും ആ വകുപ്പിനോട് പൂർണ്ണമായും നീതി കാണിക്കുക, വിശ്വാസ്യത, സത്യസന്ധത, പ്രതിബദ്ധത ഇതെല്ലാം പുലർത്തുക എന്നുള്ളതാണ് എളിയ എൻ്റെ കഴിവുകൾ ഏത് വകുപ്പിനായിരുന്നു പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. KSRTCയിൽ വേഗത്തിൽ കാര്യങ്ങൾ നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന KB ഗണേഷ് കുമാർ. പരമാവധി ശ്രമിക്കും. പരമാവധി ലാഭത്തിലൊന്നും ആയില്ലെങ്കിൽ പോലും കാര്യങ്ങൾ എൻ്റെ ഒരു അപകടസ്ഥിതിയിൽ നിന്ന് കരകയറ്റാനുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതിൽ തൊഴിലാളികൾ എന്നോട് സഹകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. യൂണിയനുകളും എന്നോട് സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ, സ്ഥാനമൊഴിഞ്ഞ മന്ത്രിമാരായ ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ, മറ്റ് ഇടതുമുന്നണി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു. 24 തിരുവനന്തപുരം. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരേ വേദിയിലെത്തിയെങ്കിലും പരസ്പരം മുഖത്തോട് മുഖം നോക്കാതെ മുഖ്യമന്ത്രിയും ഗവർണറും. വാക്പോരുകൊണ്ട് പോർമുഖം തുറന്ന ഇരുവരും വേദി പങ്കിടുമ്പോൾ മഞ്ഞുരുക്കത്തിന്റെ സാധ്യത പലരും മുന്നിൽ കണ്ടിരുന്നു. എന്നാൽ ഗവർണറുടെ ചായ സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിലപാട് കടുപ്പിക്കുകയാണ് ചെയ്തത്. രാജ്ഭവനിലെ വേദിയിൽ കനപ്പിച്ച മുഖവുമായി എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനുമാണ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ശ്രദ്ധാകേന്ദ്രങ്ങളായത്. നാളുകൾക്ക് ശേഷം ഒരേ വേദിയിലെത്തിയിട്ടും പരസ്പരം അഭിവാദ്യം ചെയ്യാനോ മുഖത്തോട് മുഖം നോക്കാനോ മുഖ്യമന്ത്രിയും ഗവർണറും തയ്യാറായില്ല. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി and Sri KB Ganesh Kumar, ministers designate, are present to take the oaths of office in secrecy. 6 മിനിറ്റ് വേദി പങ്കിട്ടിട്ടും മഞ്ഞുരുക്കത്തിന്റെ സൂചന നൽകുന്ന ശരീരഭാഷ പോലും ഇരുകൂട്ടരിൽ നിന്നുമുണ്ടായില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രിക്കടുത്തുകൂടി ഗവർണർ നടന്നുപോയി. ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും സമവായമില്ലെന്ന് പ്രഖ്യാപിച്ചു. ഗവർണർക്കെതിരായ നിയമ നടപടി ഉൾപ്പെടെ സർക്കാർ ശക്തമാക്കുന്നതിനിടെയാണ് ഇരുകൂട്ടരും വേദി പങ്കിട്ടത്. എന്നാൽ വേദി പങ്കിട്ടതുകൊണ്ടോ ഒന്നിച്ച് ചായ കുടിച്ചതുകൊണ്ടോ തീരുന്നതല്ല പ്രശ്നങ്ങളെന്നാണ് സർക്കാർ നിലപാട്. മുഖ്യമന്ത്രിയിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും ഈ വിധമൊരു സമീപനം ഗവർണറും പ്രതീക്ഷിച്ചില്ലെന്നാണ് സൂചന. അതുകൊണ്ടുതന്നെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇനിയുള്ള നീക്കങ്ങളും ശ്രദ്ധേയമായിരിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ഇനി നിയമസഭ ചേരേണ്ടത്. ഇക്കാര്യത്തിൽ സർക്കാരും ഗവർണറും സ്വീകരിക്കുന്ന നിലപാടാകും അടുത്ത അരങ്ങിൽ നിഴലിക്കുക. 24 തിരുവനന്തപുരം. ഗവർണർക്കെതിരായ ഹർജി ഭേദഗതി ചെയ്ത് സംസ്ഥാന സർക്കാർ. ബില്ലുകൾ തീർപ്പാക്കുന്നതിന് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും ആണ് ആവശ്യം. ഭേദഗതി ചെയ്ത ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും. ബില്ലുകളിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കാത്ത ഗവർണറുടെ നടപടിയെ സുപ്രീം കോടതി വിമർശിച്ചിരുന്നു. വിഷയത്തിൽ ഹർജി ഭേദഗതി ചെയ്യാനും സംസ്ഥാനത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഇതിന് തുടർച്ചയായാണ് സംസ്ഥാന സർക്കാർ നടപടി. ബില്ലുകളിൽ സമയബന്ധിതമായി തീരുമാനം കൈക്കൊള്ളാൻ മാർഗനിർദ്ദേശം വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ ഹർജിയിലെ മുഖ്യ ആവശ്യം. ബില്ലുകളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും സംസ്ഥാനം നിർദ്ദേശിക്കുന്നു. പുതുവത്സരാവധിക്ക് ശേഷം ചേരുമ്പോഴാകും കോടതി ഹർജി പരിഗണിക്കുക. ഹർജിക്ക് കാരണമായി 8 ബില്ലുകളിൽ 7 എണ്ണം ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.
തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധി ഒഴിഞ്ഞു. മുൻവർഷത്തെ വാടകയായ 42 ലക്ഷം രൂപ അടിസ്ഥാന വാടകയായി നിശ്ചയിച്ചു. മുഖ്യമന്ത്രി വിളിച്ച ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. 8% വർധനയ്ക്കും ധാരണയായി. മുൻവർഷത്തെ വാടകയിൽ 8% വർധനയോടുകൂടി 42 ലക്ഷം രൂപ പൂരം എക്സിബിഷന്റെ തറവാടക ഇനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് നൽകാനാണ് ധാരണ. മറ്റു കാര്യങ്ങൾ പൂരത്തിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത മാസം 4-ന് കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയെ തീരുമാനമറിയിക്കും. അനുകൂല തീരുമാനത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നന്ദി പ്രകടിപ്പിച്ചു. തൃശൂർ പൂരത്തിന്റെ തറവാടക എക്സിബിഷന്റെ തറവാടയുടെ പ്രശ്നമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്നിപ്പോൾ തന്നെ ഇടപെട്ട് പരിഹാരം കണ്ടെത്തി. അതിയായ സന്തോഷമുണ്ട് ഇരു ദേവസ്വങ്ങൾക്കും, അതുപോലെ തന്നെ ദേശക്കാർക്കും പൂരം ആസ്വാദകർക്കും വളരെയധികം സന്തോഷമുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിനും സന്തോഷമാണ്. ഈ നമ്മുടെ എക്സിബിഷൻ വളരെ ഭംഗിയായി നടത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിനുവേണ്ടി വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് തന്നത്. സൗജന്യമായി ഭൂമി വിട്ടു നൽകണമെന്നാണ് ആദ്യം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടതെങ്കിലും പിന്നീട് നിലപാട് മയപ്പെടുത്തി. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ നിലപാടാണ് തിരിച്ചടിയായതെന്ന് കുറ്റപ്പെടുത്തി. മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു, ടി എൻ പ്രതാപൻ എം പി, പി ബാലചന്ദ്രൻ MLA, അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി MG രാജമാണിക്യം, തിരുവമ്പാടി, പാറമേക്കാവ്, കൊച്ചിൻ ദേവസ്വം പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 24 തൃശൂർ. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കെ സോണിയാഗാന്ധി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. ക്ഷണം പാർട്ടിക്കല്ലെന്നും വ്യക്തികൾക്കാണെന്നും AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. അയോധ്യയും രാമക്ഷേത്രവും BJP-യുടേതല്ലെന്നും അവിടെ പോകാൻ തങ്ങൾക്ക് ക്ഷണത്തിന്റെ ആവശ്യമില്ലെന്നും ഉത്തർപ്രദേശ് PCC വൈസ് പ്രസിഡന്റ് ദിനേശ് കുമാർ സിംഗും വ്യക്തമാക്കി. സോണിയാഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിലെ മുതിർന്ന 3 നേതാക്കൾക്കാണ് ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണം. വ്യക്തിപരമായ ക്ഷണം മുൻ അധ്യക്ഷ സ്വീകരിച്ചതായി മുതിർന്ന കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. വിഷയത്തിൽ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനം ഉചിതമല്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പാർട്ടിക്കല്ല, വ്യക്തികൾക്കാണ് ക്ഷണം. നിങ്ങൾക്ക് ഈ ഇതിലുണ്ടാക്കി കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും കെണിയിൽ വീഴ്ത്താൻ പറ്റുമോ? ഇതാണല്ലോ ചോദ്യം. ഇപ്പം രാജ്യത്തിന്റെ വിശാലമായ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെന്താ ചെയ്യുന്നത്? ഒരു സർക്കാരിൻ്റെ ആഘോഷമായിട്ട്, ഒരു പാർട്ടിയുടെ ആഘോഷമായിട്ടാണോ ഇത്തരം ചടങ്ങുകൾ മാറ്റേണ്ടത്? അങ്ങനെയല്ലേ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ചാനൽ എടുത്ത് നോക്കിയാൽ ഒറ്റ വിഷയമല്ലേ ഉള്ളൂ. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാന ഘടകങ്ങൾക്ക് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് നിഷേധാത്മക സമീപനം വേണ്ടെന്ന നിലപാടാണുള്ളത്. രാമക്ഷേത്രം BJP-യുടെ ശ്രമഫലമായല്ല, സുപ്രീം കോടതി ഉത്തരവിലൂടെയാണ് യാഥാർത്ഥ്യമായതെന്ന് ഉത്തർപ്രദേശ് PCC വൈസ് പ്രസിഡന്റ് ദിനേശ് കുമാർ സിംഗ് 24-നോട് പറഞ്ഞു. कोर्ट के फैसले को भी सब लोग जानते हैं. उस फैसले में क्या क्या लिखा चीज़ें हैं, कई गलतियां हुई हैं, उसमें स्वीकार भी की गई हैं. तो वो कोई मंदिर ऐसा किसी व्यक्ति किसी पार्टी विशेष का होगा, ऐसा नहीं है. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിലും കൂടുതൽ പരസ്യ ചർച്ച വിഷയത്തിൽ വേണ്ടെന്ന ധാരണയുണ്ടായിട്ടുണ്ട്. ദേശീയ നേതൃത്വം കൈക്കൊള്ളുന്ന തീരുമാനം അംഗീകരിക്കുമെന്ന് പറയുമ്പോഴും 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കൂടി പരിഗണിച്ചാകണം ആ തീരുമാനമെന്ന അഭിപ്രായമാണ് ഉത്തർപ്രദേശ് ഘടകം മുന്നോട്ട് വയ്ക്കുന്നത്. ഫലത്തിൽ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ പരസ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്ന് ഉത്തർപ്രദേശ് ഘടകം പ്രതീക്ഷിക്കുന്നു. ലക്നൌവിൽ നിന്നും ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം R രാധാകൃഷ്ണൻ, 24. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ BJP രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് തിരിച്ചറിയണമെന്ന് മുസ്ലിം ലീഗ്. പരിപാടിയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് കോൺഗ്രസിന് തീരുമാനിക്കാമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് വിശ്വാസികൾക്കൊപ്പമാണെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും വ്യക്തമാക്കി. രാമക്ഷേത്രം വിഷയം ചർച്ച ചെയ്യാനാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ മുസ്ലിം ലീഗ് അടിയന്തര രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത്. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കേണ്ട എന്നാണ് ലീഗ് തീരുമാനം. കോൺഗ്രസ് സ്വതന്ത്രമായി നിലപാടെടുക്കട്ടെ എന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLA. ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല. അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും. അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ. ആരാധനാലയങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമാണ്. രാമക്ഷേത്രം BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. വിശ്വാസികൾക്കൊപ്പമാണ് മുസ്ലിം ലീഗ് എന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ആരാധനാലയങ്ങൾ അതെല്ലാവർക്കും വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മുസ്ലിങ്ങൾക്ക് പള്ളി എന്ന പോലെ ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ സമൂഹത്തിന് ചർച്ചുകൾ, ഗുരുദ്വാരകൾ, സിഖുകാർക്ക് അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ്, പുണ്യമാണ്. അപ്പോൾ ആ നിലക്ക്
മുസ്ലിങ്ങളും വിശ്വാസികളോടൊപ്പമാണ്. ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ്. മുന്നണിയിലെ പാർട്ടികൾ തീരുമാനമെടുത്ത ശേഷം ആവശ്യമെങ്കിൽ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് ലീഗ് നിലപാട്. 24 മലപ്പുറം. അയോധ്യ വിഷയത്തിലെ കോൺഗ്രസ് സമീപനം രാഷ്ട്രീയ പാപ്പരത്വം വ്യക്തമാക്കുന്നതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാരിന്റെ പിന്തുണയോടെ ക്ഷേത്രം പണിയുന്നത് മതനിരപേക്ഷ രാഷ്ട്രത്തിന് യോജിച്ചതല്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം വ്യക്തമാക്കുന്നതാണ് എന്നാണ് കാണാനാവുക. ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിൻ്റെ ആണിക്കല്ല് തകർക്കുന്ന സംഭവമായിരുന്നു ബാബറി മസ്ജിദ് തകർത്ത സംഘപരിവാർ നിലപാടിലൂടെ ഉണ്ടായത്. ഇവിടെ സർക്കാരിൻ്റെ പിൻബലത്തിൽ ക്ഷേത്രം പണിയുവാനുള്ള നടപടി ഒരു മതനിരപേക്ഷ രാജ്യത്തിന് യോജിച്ച ഒന്നല്ല. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ JDU ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ഏകകണ്ഠമായാണ് ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ തീരുമാനം. പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്നും NDAയിലേക്ക് മടങ്ങിയേക്കുമെന്നുമുള്ള അഭ്യൂഹങ്ങൾ പാർട്ടി തള്ളി. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം ലഭിച്ചാൽ പങ്കെടുക്കുമെന്ന് പാർട്ടി വക്താവ് KC ത്യാഗി പറഞ്ഞു. ഡൽഹിയിൽ ചേർന്ന JDU ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിനിടെയാണ് അധ്യക്ഷസ്ഥാനം ഒഴിയുന്നുവെന്ന ലാലൻ സിംഗിന്റെ പ്രഖ്യാപനം. പകരം നിതീഷ് കുമാറിന്റെ പേരും നിർദ്ദേശിച്ചു. ഇത് പാർട്ടി എക്സിക്യൂട്ടീവും കൗൺസിലും ഒറ്റക്കെട്ടായി അംഗീകരിച്ചു. ദേശീയ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തെന്ന് യോഗത്തിനു ശേഷം നിതീഷ് കുമാർ. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ഇതുവരെ ക്ഷണം ലഭിച്ചില്ലെന്നും ലഭിച്ചാൽ പങ്കെടുക്കുമെന്നും പാർട്ടി വക്താവ് KC ത്യാഗി വ്യക്തമാക്കി. ജനതാദൾ यू को मजबूत करना, इंडिया को मजबूत करना और सीटों की शेयरिंग बिहार के अलावा अन्य राज्यों में भी स्थान मिले, उसकी रणनीति तैयार की. ലാലൻ സിംഗ് അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറുന്നത് NDAയിലേക്ക് മടങ്ങാനുള്ള JDU നീക്കത്തിന്റെ ഭാഗമായാണെന്നും അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ നേതൃത്വം ഇത് തള്ളുകയാണ്. നിതീഷ് അധ്യക്ഷസ്ഥാനത്തേക്ക് വരുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ കെട്ടുറപ്പിനും പാർട്ടിക്കും ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ മുൻനിർത്തി നേരിടാൻ BJP തീരുമാനം. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവും കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും നേട്ടമായി കാണിക്കുന്ന പ്രചാരണ വീഡിയോ പുറത്തിറക്കി. അയോധ്യയിൽ നാളെ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. അയോധ്യ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാവം ഒട്ടും മങ്ങലില്ലാതെ തുടരുന്നുവെന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തെളിയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം. മോദി എന്ന ഒറ്റ മുഖം മാത്രം ഉയർത്തിപ്പിടിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും. മോദി മുദ്രാവാക്യവുമായുള്ള പ്രചാരണ വീഡിയോ BJP പുറത്തുവിട്ടു. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും ഭരണനേട്ടങ്ങളും ജനകീയ പദ്ധതികളും വിവരിക്കുന്നതാണ് വീഡിയോ. അയോധ്യ രാമക്ഷേത്രം തന്നെയാകും പ്രധാന പ്രചാരണ മുദ്രാവാക്യമെന്നും വീഡിയോ വ്യക്തമാക്കുന്നു. നാളെ അയോധ്യയിലെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടിയാകും തുടക്കം കുറിക്കുക. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച വിമാനത്താവളം പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. 1450 കോടി രൂപ ചെലവിട്ടാണ് വാത്മീകി മഹർഷിയുടെ പേര് നൽകിയ വിമാനത്താവളത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കിയത്. അയോധ്യാധാം എന്ന് പുനർനാമകരണം ചെയ്ത റെയിൽവേ സ്റ്റേഷന്റെ പുതിയ കെട്ടിടവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 24 ഡൽഹി. രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കാനെത്തിയാൽ വയനാട് സീറ്റ് BDJSൽ നിന്ന് ഏറ്റെടുക്കാൻ BJPയിൽ ധാരണ. ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കും. ഇതിലൂടെ NDA ഇന്ത്യ മുന്നണി നേർക്കുനേർ എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് BJPയുടെ നീക്കം. BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ ഫെബ്രുവരി 12-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. 24 എക്സ്ക്ലൂസീവ്. ജനുവരി ആദ്യവാരത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ BJP സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിച്ചു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളടക്കം ആരംഭിക്കും. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമെങ്കിൽ BDJSൽ നിന്ന് BJP സീറ്റ് ഏറ്റെടുക്കും. ഇതിലൂടെ ഇന്ത്യ മുന്നണിക്കെതിരായ പ്രചാരണം ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം ബൂത്ത് തലം വരെ പ്രചരിപ്പിച്ച് UDFനെയും LDFനെയും പ്രതിരോധത്തിലാക്കാനും നീക്കം നടത്തും. കേരളത്തിൽ നിന്നുള്ള 20 MPമാർക്കെതിരെയും പ്രാദേശിക തലത്തിലടക്കം സമരം ആരംഭിക്കാനും കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന ഭാരവാഹി യോഗം തീരുമാനിച്ചു. ജനുവരി ആദ്യവാരം മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കും. നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ പുതിയ വോട്ടർമാരുടെ സമ്മേളനം ജനുവരി 24-ന് സംഘടിപ്പിക്കും. നിലവിലെ തീരുമാനപ്രകാരം സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന്റെ ഉദ്ഘാടനം
ഫെബ്രുവരി 12-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിക്കും. അന്നു തന്നെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള യാത്ര ആരംഭിക്കാനും പാർട്ടി ആലോചിക്കുന്നു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. നവകേരള ബസ്സിന് നേരെയുണ്ടായ ഷൂവേർ റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധി വിനീത വിജിയെ കേസിൽപ്പെടുത്തിയതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ തുടരുന്നു. ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് പോലും പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു തുടങ്ങി. CDR ചോർത്തിയത് പോലീസിന് വലിയ തലവേദനയായി. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പോലീസ് നടപടിക്കെതിരെ LDFിലെ പ്രബല കക്ഷിയായ CPIയുടെ ദേശീയ നേതൃത്വം തന്നെ രംഗത്ത് വന്നു എന്നതാണ് ശ്രദ്ധേയം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാ കാലവും മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒപ്പമാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ പ്രതികരിച്ചു. വിനീതയുടെ കാര്യത്തിലും മറിച്ചൊരു നിലപാടില്ലെന്ന് ആനി രാജ. മാധ്യമ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം വിലമതിക്കുന്ന പാർട്ടികളായതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ആ നിലപാട് തന്നെ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മുന്നണി മാധ്യമ സ്വാതന്ത്ര്യത്തിന് അങ്ങേയറ്റം അതിനെ ബഹുമാനിക്കുന്നത് കൊണ്ട് ആ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അനുകൂലമല്ലാത്ത വാർത്തകൾ നൽകുന്നവരെ സർക്കാർ തെരഞ്ഞു പിടിക്കുകയാണെന്ന് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു. ഫോൺ വിവരങ്ങൾ ചോർത്തിയത് വലിയ തെറ്റെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? ആ ജനാധിപത്യത്തിൻ്റെ ജീവവായു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണെന്ന കാര്യം മനസ്സിലാക്കണം. ആ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമാക്കിയാണ് നരേന്ദ്രമോദിയുടെ അതേ പാതയിലൂടെയാണ് ശ്രീമാൻ പിണറായി വിജയൻ പോകുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് കേസെടുത്ത നടപടി അപലപനീയമാണ്, ശക്തിയായിട്ട് അപലപിക്കപ്പെടണം. പൊതുസമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അപരാധമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. മാധ്യമപ്രവർത്തകയും KSU പ്രവർത്തകരും തമ്മിലുള്ള കോൾ ഡീറ്റെയിൽസ് സൈബർ ഇടങ്ങളിൽ എത്തിയതിന് പിന്നിൽ പോലീസ് സഹായം ഉണ്ടെന്നാണ് ആക്ഷേപം. 24 കൊച്ചി. കോഴിക്കോട് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. സമഗ്ര കവറേജിനുള്ള പുരസ്കാരം 24 ലഭിച്ചു. മലബാർ റീജിയണൽ മേധാവി ദീപക് ധർമ്മടം, സമീർ സി മുഹമ്മദ്, ഷഹദ് റഹ്മാൻ എന്നിവർ മന്ത്രി PA മുഹമ്മദ് റിയാസിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ക്യാഷ് പ്രൈസും മൊമെന്റോയും അടങ്ങുന്നതാണ് അവാർഡ്. കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി നാടക കലാസമിതി അവതരിപ്പിക്കാനിരുന്ന ഗവർണറും തൊപ്പിയും എന്ന നാടകത്തിന് വിലക്ക്. ഭരണഘടനാ പദവിയിലുള്ള പേരുകൾ ഉപയോഗിച്ചെന്ന് കാണിച്ചുകൊണ്ട് BJP നൽകിയ പരാതിയിലാണ് ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ ഉത്തരവ്. വിലക്കിനെതിരെ നാടക പ്രവർത്തകരും DYFIയും പ്രതിഷേധിച്ചു. വെളി ഗ്രൗണ്ടിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതും തടഞ്ഞു. നാടകകലാ സമിതിയുടെ പോഷക സംഘടനയായ കാപ്പിരിക്കൊട്ടകയാണ് ഫോർട്ട് കൊച്ചി പള്ളത്ത് രാമൻ ഗ്രൗണ്ടിൽ നാടകം അവതരിപ്പിക്കാനിരുന്നത്. BJP മട്ടാഞ്ചേരി മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയിലാണ് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ K മീരയുടെ നടപടി. ഗവർണറും തൊപ്പിയും എന്ന നാടകത്തിൽ നിന്ന് ഗവർണർ എന്ന പേര് നീക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അവഹേളിക്കുന്ന പരാമർശങ്ങളും ഭരണഘടനാ പദവിയിലിരിക്കുന്നവരെ അനുകരിക്കുന്ന വേഷവിധാനങ്ങളും ഒഴിവാക്കണമെന്നും ഉത്തരവിലുണ്ട്. ജർമ്മൻ കവിയും നാടകകൃത്തുമായ ഫ്രെഡറിക് ഷെല്ലറുടെ വില്യം ടെൽ എന്ന നാടകത്തിന്റെ മലയാള ആവിഷ്കരണമാണ് നാടകമെന്നാണ് സംഘാടകരുടെ വാദം. സത്യത്തിൽ ഇവിടുത്തെ ഗവർണറുമായിട്ട് ആ ഒരു ബന്ധമില്ല. ഇത് ശരിക്ക് ജർമ്മൻ നോവലാണ്. ഒപ്പേറ, അതായത് വില്യം ടെൽ എന്ന് പറഞ്ഞിരിക്കുന്ന ജർമ്മൻ ഒപ്പേറ എന്ന ഒപ്പേറയിലെ ഒരു ചെറിയൊരു ഏടെടുത്തിട്ടാണ് അതിനെ ആസ്പദമാക്കി ഞാൻ ഗവർണറും തൊപ്പിയും എന്ന് പറഞ്ഞിരിക്കുന്ന നാടകം എഴുതിയത്. കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി വെളി ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിരുന്ന പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതും വിലക്കിയിട്ടുണ്ട്. പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ മാത്രമാണ് അനുമതി. പാപ്പാഞ്ഞിയെ മാറ്റില്ലെന്ന നിലപാടിലാണ് സംഘാടകർ. 24 കൊച്ചി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.